റീസെൻ്റായിട്ട് നടക്കാൻ പോകുന്ന ഗുരുവായൂർ ദേവസ്വം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രാചീനമായ നൃത്തം ഏതാണ്? കൃഷ്ണനാട്ടമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രാചീനമായ നൃത്തം. മൂന്നാമത്തെ ചോദ്യം, ഗുരുവായൂരപ്പൻ ഏത് ദേവതയുടെ രൂപമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം ശ്രീകൃഷ്ണൻ്റെയാണ്. ഗുരുവായൂരപ്പനോടുള്ള പ്രസിദ്ധമായ പ്രാർത്ഥന ഏതാണ്? നാരായണീയം. ഉത്തരം വരുന്നത് നാരായണീയം. ഈ നാരായണീയം എഴുതിയത് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാടാണ്. നാരായണീയം എഴുതിയത് ആരാണ്? മേൽപ്പത്തൂർ നാരായണീയ ഭട്ടത്തിരിപ്പാട്. ഇനി അടുത്ത ചോദ്യം, ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ പ്രധാന ആനയുടെ പേരെന്താണ്? ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ പ്രധാന ആനയുടെ പേരെന്താണ്? ഗുരുവായൂർ കേശവൻ. ഉത്തരമായിട്ട് വരുന്നത് ഗുരുവായൂർ കേശവൻ. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം, കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. കൃഷ്ണനാട്ടം എന്ന നൃത്തശില്പം രൂപപ്പെടുത്തിയത് ആര്? കൃഷ്ണനാട്ടം എന്ന നൃത്തശില്പം രൂപപ്പെടുത്തിയത് ആര്? മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടം എന്ന നൃത്തശില്പം രൂപപ്പെടുത്തിയത്. നമുക്ക് അടുത്ത ചോദ്യം, മാനവേദ രാജാവ് കൃഷ്ണഗീത രചിച്ചത് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ്? അപ്പോൾ അവിടെ വേറൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കൃഷ്ണഗീത രചിച്ചത് ആര് എന്ന് നമുക്ക് ചോദിക്കാം. മാനവേദ രാജാവാണ് കൃഷ്ണഗീത രചിച്ചത്. അത് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയാണ് മാനവേദ രാജാവ് കൃഷ്ണഗീത രചിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 11ാമത്തെ ചോദ്യമാണിത്. കൃഷ്ണനാട്ടത്തിന് പറയുന്ന മറ്റൊരു പേരെന്ത്? അഷ്ടപതിയാട്ടം. അഷ്ടപതിയാട്ടം എന്നാണ് കൃഷ്ണനാട്ടത്തിൻ്റെ മറ്റൊരു പേര്. ഇനി അടുത്ത ചോദ്യം, എത്ര ഭാഗങ്ങളായാണ് കൃഷ്ണനാട്ടം അവതരിപ്പിച്ചിരിക്കുന്നത്? എത്ര ഭാഗങ്ങളായാണ് കൃഷ്ണനാട്ടം അവതരിപ്പിച്ചിരിക്കുന്നത്? 8 ഭാഗങ്ങളായിട്ടാണ്. 8. അതൊന്ന് ഓർത്തിരിക്കുക. നളചരിതം ആട്ടക്കഥ രചിച്ചത് ആര്? നളചരിതം ആട്ടക്കഥ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് നളചരിത ആട്ടക്കഥ. അത് രചിച്ചത് ആരെന്നാണ് ചോദ്യം. ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യറാണ് നളചരിത ആട്ടക്കഥ രചിച്ചത്. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം. എത്ര മുദ്രകളാണ് കഥകളിയിലുള്ളത്? 24 ഉത്തരമായിട്ട് വരുന്നത്. 24. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറുതുരുത്തിയിൽ. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള നടനത്തിന് രൂപം നൽകിയത് ആര്? അടുത്ത ചോദ്യമാണ്, കേരള നടനത്തിന് രൂപം നൽകിയത് ആര്? ഗുരു ഗോപിനാഥ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശിവഭഗവാന്റെ ആയുധത്തിൻ്റെ പേരെന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തൃശ്ശൂലമാണ് ഉത്തരമായിട്ട് വരുന്നത്. ശിവഭഗവാന്റെ ആയുധത്തിൻ്റെ പേരാണ് തൃശ്ശൂലം. അടുത്ത ചോദ്യം, ശിവഭഗവാന്റെ വാഹനത്തിൻ്റെ പേരെന്താണ്? നേരത്തെ പറഞ്ഞത് ശിവഭഗവാന്റെ ആയുധത്തിൻ്റെ പേരാണെങ്കിൽ ഇപ്പം നമുക്ക് ചോദ്യം വരുന്നത് ശിവഭഗവാന്റെ വാഹനത്തിൻ്റെ പേര്. നന്ദിയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, അരയാലിൻ്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷമേത്? അരയാലിൻ്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷമേത്? ആര്യവേപ്പാണ്. ആര്യവേപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. അരയാലിൻ്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷം ആര്യവേപ്പ്. അടുത്ത ചോദ്യം, പേരാലുമായി ബന്ധപ്പെട്ട ദേവൻ ആരാണ്? പേരാലുമായി ബന്ധപ്പെട്ട ദേവൻ ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. ദക്ഷിണമൂർത്തിയാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആത്മാവിൻ്റെ ടോണിക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം. ആത്മാവിൻ്റെ ടോണിക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത.
സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമ്പലം ഏതാണെന്നാണ് ചോദ്യം. ആറ്റുകൽ ഭഗവതി ക്ഷേത്രം ആണ് ഉത്തരമായിട്ട് വരുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകൽ ഭഗവതി ക്ഷേത്രം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക ഭാരത ക്ഷേത്രം. കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽമാണിക്യ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏക ഭാരത ക്ഷേത്രം. നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രത്തെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഇനി 25ാമത്തെ ചോദ്യം, കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം ഏതാണ്? കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം ശ്രീവല്ലഭ മഹാക്ഷേത്രമാണ് കേരളത്തിലെ നിത്യപൂജ നടക്കുന്ന ഏക പരശുരാമ ക്ഷേത്രം. പരശുരാമൻ്റെ ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഇനി നമുക്ക് 26ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓണമാണ്. തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. വാമനൻ്റെ ക്ഷേത്രമാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഓണവുമായി ബന്ധപ്പെട്ടതായിരിക്കും അവിടുത്തെ പ്രധാന ഉത്സവം. സോ ഓണമാണ് ഉത്തരമായിട്ട് വരുന്നത്. തൃശ്ശൂർ പൂരം തുടങ്ങിയത് ആരുടെ കാലത്താണ്? തൃശ്ശൂർ പൂരം തുടങ്ങിയത് ആരുടെ കാലത്താണ്? ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഹരിപ്പാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? തിരുപ്പതി ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം. ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ വടക്കുംനാഥ ക്ഷേത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രമാണ്. എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും കഥകളി നടക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യം. ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യം ഏതാണെന്നാണ് ചോദ്യം. കൃഷ്ണഗാഥ. ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.